നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ കരീക്കരയിലുള്ള പാറേക്കുടി ശ്രാമ്പിക്കൽ ശ്രീ PM ജോസിനെയും കുടുംബത്തെയുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പാറേക്കുടിയിൽ എന്നുള്ള വീട്ടുപേരിന് കാരണക്കാരനായ മിഖായേലിൻ്റെ മറ്റത്തിൽ നിന്നും പാറേക്കുടിയിലായ മിഖായേലിൻ്റെ 9 മക്കളിൽ മൂന്നാമത്തെ മകനാണ് തടത്തനാനി കയ്യൂർ താമസിച്ചിരുന്ന ദേവസ്യ മറ്റത്തിൽ. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ മകനാണ് മത്തച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസ്യ. മാത്യു ദേവസ്യയുടെ 5 മക്കളിൽ ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് PM ജോസ്. PM ജോസിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ കരീക്കരയിലുള്ള പാറേക്കുടലിൽ ശ്രാമ്പിക്കൽ PM ജോസിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പുളിങ്ങോമിനടുത്ത് കരീക്കരയിൽ നിന്നും പൂമലയ്ക്ക് പോകുന്ന വഴി 1.5 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ജോസിയേട്ടന് ഈ പുളിങ്ങോം എന്നുള്ള സ്ഥലത്ത് താമസമാക്കിയിട്ട് എത്ര കാലമായി? 58 കൊല്ലമായി. 58. ഞാനിവിടെ വന്നിട്ട് ജനിച്ച ആളാണ്. അതായത് ഈ മലബാർ വന്നിട്ടാണ് ജനിച്ച ആളാണ്. പിതാവായിട്ടാണോ മലബാറിന്? അതെ, പിതാവായിട്ടാണ്. അവര് വന്നിട്ട് ഒരു 62 കൊല്ലമായി. 62 വർഷമായി. അവരെവിടെ നിന്നാണ് വന്നത്? അവര് കയ്യൂരിൽ നിന്നാണ് വന്നത്. ജോസേട്ടന്റെ ഭാര്യ നമ്മളിപ്പോ ഉണ്ട്. പേരെന്താണ്? ബിൻസി. വീട് എവിടെയാണ്? പാലാവയിലാണ് സ്വന്തം വീട്. വീട്ടുപേര് ഓലിക്കൽ എന്നാണ് വീട്ടുപേര്. പിതാവിന്റെയും മാതാവിന്റെയും പേര്? അമ്മ മറിയക്കുട്ടി. ചാച്ചൻ തോമസ്. അമ്മയുടെ വീട്ടുപേരെന്താ? പന്യാമാക്കൽ എന്നാണ്. സ്ഥലം ഇടുക്കിയില് പന്യാമാക്കൽ കുടുംബത്തിലാണ് അമ്മയുടെ വീട്. നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ 5 മക്കളാണ് ഉള്ളത്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അതിലിപ്പം നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും ഇളയ ആളാണ്. മോന്റെ പേരെന്താ? തോമസ് എന്ത് ചെയ്യുന്നു? ബികോം കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജോലി സെർച്ച് ചെയ്യുന്നുണ്ട്. ബികോം കംപ്ലീറ്റ് ചെയ്തു. എവിടെയാ പഠിച്ചതൊക്കെ? ഇവിടെ നമുക്ക് അടുത്തൊരു കോളേജ് ഉണ്ട്, കന്നിക്കുളം, ചെറുപുഴയ്ക്കടുത്ത് കന്നിക്കുളത്ത് ഉള്ള കോളേജിലാണ് ബികോം പഠിച്ചത്. അതിനുശേഷം ഇപ്പോൾ ജോലിക്കായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? പാലാവയലില്. 4-5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പാലാവയൽ എന്നുള്ള സ്ഥലത്താണ്. 5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം ബികോം പാസ്സായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സഹോദരങ്ങളുണ്ട്. ഏറ്റവും മൂത്ത ആരാണ്? ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് ചിന്നു എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവിടെ? ബികോം ആണ് പഠിച്ചത്. നമ്മൾ 3 പേരും ബികോം ആണ് പഠിച്ചത്. നിങ്ങൾ 3 സഹോദരങ്ങളും ബികോം ആണ് പഠിച്ചത്. ചേച്ചി ബികോം പഠിച്ചതിന് ശേഷം ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാണോ? എത്ര വയസ്സായി ചേച്ചിക്ക്? 27 വയസ്സായി. അതിന്റെ താഴെയുള്ളത് ചേട്ടനുണ്ട് അല്ലേ? ചേട്ടന് എവിടെയാണ്? ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ബികോം പാസ്സായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നു. ഗൾഫിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. സഹോദരി ഇൻഫോ പാർക്ക് എവിടെയാ? സ്ഥലം എവിടെയാ? എറണാകുളം ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 3 സഹോദരങ്ങൾ ആണ് ഉള്ളത്. ജോസിയേട്ടന്റെ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പിതാവ് മാത്യു, മത്തച്ചൻ എന്ന് പറയും. മത്തച്ചൻ എന്നാണ് പറയുന്നത്. അമ്മ അന്നമ്മ. പ്ലാസനാണ് വീട്. ഇടയാൽ എന്ന് പറയും. ഇടയാൽ വീട്ടുപേര്. അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. 2 പേരും മരിച്ചുപോയി. ജോസിയേട്ടനൊക്കെ നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 മക്കള്. 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതെ. അതില് ജോസിയേട്ടനാണ് ഏറ്റവും ഇളയ ആള് ഞാനാണ്. മൂത്ത ആള് അപ്പച്ചൻ എന്ന് പറയും, സെബാസ്റ്റ്യൻ. പുള്ളി മരിച്ചുപോയി. 2ാമത്തെ ആള് അദ്ദേഹത്തിന്റെ ഭാര്യ ലൂസി ജീവിച്ചിരിപ്പുണ്ട്. അവര് പാലാവലില് തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് 3 മക്കള്. 3 മക്കളാണ്. 3 വീട്ടുപേര് പാലോലിക്കൽ. സ്ഥലം വെലങ്ങാട്. അവർക്ക് 3 മക്കളാണ്. 3 ആൺമക്കളാണ്. 2ാമത്തെ ആള് തോമസ്, കുട്ടി എന്ന് പറയും. തോമസ്. അവര് അദ്ദേഹത്തിന്റെ ഭാര്യ മേരി. പുള്ളിക്കാരത്തി മരിച്ചുപോയി. അവരുടെ വീട് എവിടെയായിരുന്നു? അത് മീനഞ്ചേരി. തോമസിന്റെ
ഭാര്യയുടെ വീട്ടുപേര് വെളിയത്ത്. വെളിയത്ത്. ഉം. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3. 3 മക്കളാണ് ഉള്ളത്. അതെ. അതിന് താഴെയുള്ള ആള് അതിന് താഴെയുള്ള ആള് സണ്ണി, മാത്യു എന്ന് പറയും. മാത്യു എന്ന് പറയും. സണ്ണി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹവും ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ്. ആലീസിന്റെ വീട് ചിറ്റാലിക്കല്ല്, നിലപ്പനക്കൽ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ള ആള് എന്റെ പെങ്ങളാണ് ലിസി. ലിസി എന്നാണ് പേര്. വിവാഹം കഴിപ്പിച്ചത് പീഡിക്കൽ, ഇവിടെ അടുത്താണ്. മീൻതുള്ളി. എവിടെയാണ്? മീൻതുള്ളി എന്നുള്ള സ്ഥലത്ത്, ഇവിടെ സമീപത്ത് തന്നെയാണ്. മീൻതുള്ളി എന്ന സ്ഥലത്ത് പീഡികൽ കുടുംബാംഗമാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. പേരെന്തായിരുന്നു? ജോയി സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ എന്നാണ് പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ള ഏറ്റവും ഇളയാള് ഞാനാണ്. ഇളയാളാണ് ജോസിയേട്ടൻ. ബിൻസി, നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതില് ബിൻസി എത്രാമത്തെ ആളാണ്? ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പൊ രണ്ടുപേരും ഏറ്റവും ഇളയ ആൾക്കാർ തമ്മിലാണ് വിവാഹം നടത്തിയത്. അപ്പം എത്ര ആണുങ്ങളും എത്ര പെണ്ണുങ്ങളോ? 4 ഒരു പെണ്ണും. അപ്പം ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളാണ് 4 ആംഗളമാർക്ക് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും ഇളയ പെങ്ങളുമാണ്. മൂത്ത സഹോദരന്റെ പേരെന്താണ്? കുഞ്ഞുമോൻ എന്നാണ് പേര്. അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? പാലാവയല്. സഹോദരങ്ങളെല്ലാം പാലാവയലിൽ തന്നെയാണ് താമസിക്കുന്നത്. എല്ലാവരും പാലാവയലും പരിസര പ്രദേശങ്ങളുമായിട്ടാണ് താമസിക്കുന്നത്. കുഞ്ഞുമോന്റെ ഭാര്യയുടെ പേര് സിസിലിയുടെ വീട്ടുപേര് വാണിയടുത്ത്. അവർക്ക് എത്ര മക്കളുണ്ട്? 4 മക്കളാണുള്ളത്. രണ്ടാമത്തെ സഹോദരൻ സിബിയുടെ ഭാര്യയുടെ പേര് മിനി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കള്. മൂന്നാമത്തെ സഹോദരൻ സജി. സജിയുടെ ഭാര്യയുടെ പേര് ജീന. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ്. ഏറ്റവും ആൺമക്കളിൽ ഏറ്റവും ഇളയാളുടെ ബിജു. ബിജുവിന്റെ ഭാര്യയുടെ പേര് മഞ്ജു. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. നിങ്ങൾക്ക് കലാപരമായിട്ടോ കായികപരമായിട്ടോ എന്തെങ്കിലും പ്രത്യേക കഴിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക മേഖലയിലുള്ള അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 30 വർഷമായി. 30 വർഷമായി. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി.